അപ്പോൾ ഫ്രണ്ട്സ്, ഒത്തിരി പേര് ചോദിച്ച ചോദ്യമാണ് ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഫസ്റ്റ് മൊബൈലിലായിരുന്നു എഡിറ്റ് ചെയ്തത്. ആ സെയിം പോലെ തന്നെയാണ് ഞാനിപ്പം ഐപാഡിൽ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഐപാഡിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, ഏത് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഈ ഐപാഡിൽ 4K എഡിറ്റ് ചെയ്യാൻ പറ്റുമോ, 1080 ആണ് ഇപ്പോൾ ചെയ്യുന്നത്, 4K എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഫുൾ ഡീറ്റെയിലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 4K എടുക്കാനുള്ള ഡിവൈസ് ഇല്ലായിരുന്നു, ഫോണ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫോണിലെ 4K എനിക്കൊന്നും എല്ലാ ഡിവൈസിനും സപ്പോർട്ട് ആക്കുന്നുണ്ട്. 4K 60 ഫ്രെയിം/സെക്കൻഡ് ഗോപ്രോ 7 ബ്ലാക്കിലെ 2 പേര് എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മലേഷ്യൻ വിശേഷങ്ങളെ ഡിറ്റോ, രണ്ടാമത് നമ്മുടെ ശ്യാംബ്രോയാണ്. 2 പേരും ഗോപ്രോ വെച്ചിട്ട് വ്ളോഗ് ചെയ്യുന്നവരാണ്. 2 പേരുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരയച്ചു തന്ന വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ 4Kയുടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഐപാഡ് എയർ. ഇത് 256 GB ആണ്. 2019 ഇറങ്ങിയത്. 10.5 ഇഞ്ച് സ്ക്രീന്. അപ്പം ഇതിലാണ് ഞാനിപ്പോൾ ലാസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി ഇതിൽ imovies എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനുണ്ട്. പക്ഷേ imoviesൽ ഞാൻ ചെയ്തിട്ടില്ല. നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷേ imoviesൽ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. കാരണം എനിക്ക് അതിൽ നല്ലൊരു ആപ്ലിക്കേഷൻ ഇപ്പം നിലവിൽ കിട്ടിയിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ വീഡിയോലീപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇത് ഇതിൻ്റെ ഫ്രീ വെർഷനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. കാരണം പെയ്ഡ് ഇത് 1 ടൈം പർച്ചേസ് 249 dirhams ആണ് വരുന്നത്. അല്ലെങ്കിൽ 1 month 22.99 dirhams. ഇത്രയാണ് ഇതിൻ്റെ പെയ്ഡ് വെർഷന്. പക്ഷേ നമുക്കിതിൻ്റെ ഫ്രീ വെർഷനിൽ തന്നെ മാക്സിമം നമുക്ക് ഒരു വ്ളോഗിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഫ്രീ വെർഷനിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഞാൻ ഓൾറെഡി ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു സംഭവമാണ്. ഇതാണ് ശരിക്കും അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ബാക്ക് എൻഡിൽ വരുന്നൊരു ഫയൽ. അപ്പം ശരിക്കും ഞാനിപ്പം സ്റ്റാർട്ടിങ് മുതൽ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ആവശ്യത്തിനുള്ള ഇതിപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് iTunes വഴി ഡയറക്റ്റ് കോപ്പി ചെയ്ത കുറച്ച് ഫയൽസാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഒരെണ്ണം ഞാനിപ്പോൾ ആഡ് ചെയ്തു. അപ്പം ഈ ഫയൽസിൽ ഇത് ഒറ്റൊരു ക്ലിപ്പാണ്. അപ്പം ഇങ്ങനെ ഇതിൻ്റെ കൂടെ പ്ലസ് ഇട്ട് ആഡ് ചെയ്ത് ഇങ്ങനെയാണ് ഓരോ ക്ലിപ്പ് വീതം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ട്രാൻസിഷൻ കൊടുക്കാൻ പറ്റും എങ്ങനെ വേണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാം നമുക്ക് സൈഡ് ഡാർക്ക് ആക്കാൻ വേണ്ടി വിക്ടോ മോഡ് എന്ന് പറഞ്ഞ് നമുക്ക് മോഡ് കൊടുക്കാം. നമുക്കിത് കറക്റ്റായിട്ട് വലിച്ച് നീട്ടിയൊക്കെ കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകൾ വശത്താണ് ആ ലെയർ കംപ്ലീറ്റ് കൊടുക്കുന്നത്. ലെയർ, ടെക്സ്റ്റ്. ഇതിപ്പോൾ ടെക്സ്റ്റ് നമുക്കിവിടെ കൊടുക്കാം. ബാക്കി എല്ലാത്തിലും പോലെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട്, അതിൻ്റെ കളറ്, അതിന് സ്ട്രോക്ക്, അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങളും. അപ്പോൾ ഇത്രയാണ് ശരിക്കും ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള എഡിറ്റിങ്ങിൻ്റെ ഇതിൽ വരുന്നത്. പിന്നെ ബാക്കി ടൈമും കാര്യം, അത് എഡിറ്റിങ്ങിന് എത്ര ടൈം എടുക്കും, ഇതെല്ലാം ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഇത് 1080p എൻ്റെ ക്യാനോണിൻ്റെ M6 എടുത്ത വീഡിയോ ആണ്. 1080p വീഡിയോ. ഇത് നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം ഇത് എത്ര ഫാസ്റ്റായിട്ട് തന്നെ, കാരണം ഒരു ലാഗും വരത്തില്ല. അതിനുശേഷം നമുക്ക് വേറെ വിഷ്വൽ ഒക്കെ പെട്ടെന്ന് തന്നെ ഇമ്പോർട്ട് ചെയ്താൽ ഒരു ലാഗും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ ലെയറായിട്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ ലെയറായിട്ട് നമുക്ക് ഈ വീഡിയോ സൈഡിൽ കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഫ്രീ വെർഷനിലെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോട്ടോ കൊടുക്കാൻ പറ്റും. ഫ്രീ വെർഷനിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ കൂട്ടത്തിലൊരു ടെക്സ്റ്റ് കൊടുക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിമിറ്റ് തീരും.
ഇവിടെ കണ്ടോ പ്രോ ഓൺലി എന്ന് പറഞ്ഞിട്ട്. കാരണം നമുക്ക് ലിമിറ്റ് കുറവാണ്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ വർക്കിന് ആവശ്യമുള്ള ലിമിറ്റ് ആ ഫ്രീ വെർഷൻ തരുന്നതുകൊണ്ടാണ് എനിക്ക് ഫ്രീ വെർഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. വീഡിയോയിൽ ഞാൻ കുറച്ച് കളർ കറക്ഷനും കുറച്ച് എക്സ്ട്രാ ലേയേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഈ വീഡിയോയുടെ 14 മിനിറ്റാണ് വരുന്നത്. നമുക്ക് നോക്കാം ഇത് റെൻഡർ ചെയ്യുമ്പോഴത്തേന് ഇതിപ്പം 1080p 50 ഫ്രെയിം പെർ സെക്കൻഡ്, കാരണം ആ സൈസിൽ തന്നെ ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സെയിം ഇതിൽ തന്നെ ഞാനിപ്പോൾ ഇത് സേവ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എത്ര ടൈം എടുക്കുമെന്ന് ഈ സ്റ്റോപ്പ് വാച്ചിലും അറിയാം. അപ്പം ഇതിൽ ഇത്രയും ഐറ്റം സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് 7 മിനിറ്റ് 35 സെക്കൻഡാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ വീഡിയോ ലെങ്ത് 14 മിനിറ്റ് ഉണ്ട്. ഇതാണ് ഇപ്പോൾ ആ വീഡിയോ. അപ്പോൾ ഇത് നമുക്ക് ഫൈനൽ വന്നിരിക്കുന്നത് 7 മിനിറ്റ് 35 സെക്കൻഡുമാണ് ഫൈനൽ ഔട്ട്പുട്ട് എടുക്കാൻ നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലെ 4K വീഡിയോസിൻ്റെ എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഇപ്പോൾ ഈ സെലക്ട് ചെയ്യുന്ന വീഡിയോസ് എല്ലാം 4K ആണ്. ഓക്കെ, ഇതെല്ലാം 4K വീഡിയോ ആണ്. പക്ഷേ ഇതിൽ സീക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാം ഇതിനൊരു ലാഗുണ്ട്, ചെറിയൊരു ഈ ചെറിയ ഫ്ലോയിൽ നമ്മൾ സീക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അതേസമയം ചെറിയൊരു കട്ടിങ് പോലെ വരുന്നുണ്ട്. നമ്മളാ കറക്റ്റ് സ്മൂത്ത് അല്ല ഫ്ലോ. പിന്നെ തിരിച്ച് നമ്മൾ റിവേഴ്സ് ഇത് ചെയ്യുമ്പോഴും ചെറിയൊരു കട്ടിങ് പോലെ ഉണ്ട്. അത് അത്രയും സ്മൂത്ത് അല്ല. 1080 വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന അത്രയും ഒരു സ്മൂത്ത് അല്ല. ഇതെന്ന് പറഞ്ഞാൽ ഗോപ്രോ 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുത്തിരിക്കുന്നതാണ്. ഈ വിഷ്വൽ നമ്മുടെ മലേഷ്യയിൽ നിന്ന് ഡിറ്റോയും ഈ വിഷ്വൽസ് നമ്മുടെ ശ്യാമുമാണ് അയച്ചു തന്നിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ടോട്ടൽ 2 മിനിറ്റ് 36 സെക്കൻഡുണ്ട് ഇത് ടോട്ടൽ ലെങ്ത്. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് കളറൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇത് ഞാൻ ചുമ്മാ റഫായിട്ടൊരു ചേഞ്ച് ചെയ്യുകയാണ്. സാച്ചുറേഷൻ ടെമ്പറേച്ചർ മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പം ഇതാണ് 4K വീഡിയോയുടെ ഇതിനകത്ത് എഡിറ്റിങ്ങിൻ്റെ ഒരു വർക്ക് ഫ്ലോ. കാരണം നമുക്ക് ഇത്രയും സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കളറിൻ്റെ ചേഞ്ച് നമുക്ക് അത്രയും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു കളറ്, നേരത്തെ കളറ് ഇതാണ് നേരത്തെ കളറ്. അതാണ് നമ്മൾ ഇത്രയും ചേഞ്ച് ആക്കിയിരിക്കുന്നത്. ഇതിൽ പ്ലേയിങ് തന്നെ എഡിറ്റിങ്ങിൻ്റെ ഡിവൈസിൽ തന്നെ പ്ലേയിങ് നമുക്കൊരു ലാഗാവാതെ തന്നെ വരുന്നുണ്ട് ആ വീഡിയോ ലീപ്പിൽ. ഐമൂവീസിലും ഈ സെയിം പോലെ തന്നെയാണ്. നമ്മൾ സീക്ക് ചെയ്യുമ്പോഴത്തേന് ചെറിയൊരു ലാഗും, പിന്നെ സ്മൂത്തായിട്ട് സീക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് സ്ലോ ആയിട്ട് സീക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. ഇനി ഫൈനലിൽ നമുക്ക് ഇതിൻ്റെ എക്സ്പോർട്ടിങ്ങിൻ്റെ ടൈം എത്രയാണെന്ന് നോക്കാം. അതായത് 2 മിനിറ്റും 36 സെക്കൻഡുമാണ് വീഡിയോ. നമ്മളിത് 4K തന്നെ സെലക്ട് ചെയ്തു 60 ഫ്രെയിം പെർ സെക്കൻഡിലും ഇട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിപ്പം
ഈ 2.36 ലെങ്തുള്ള വീഡിയോ ലെങ്തുള്ള 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ഗോപ്രോയിലെടുത്ത വീഡിയോ 6.18 മിനിറ്റ് കൊണ്ട് നമുക്കത് റെൻഡർ ചെയ്ത് സേവ് ആയി കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട്പുട്ടും കൂടെ നോക്കാം. ഈ വീഡിയോ ഞാൻ കളർ ചേഞ്ച് ചെയ്തില്ല, ഈ ഒരു സീൻ മാത്രം. ഇത് കളർ ചേഞ്ച് ചെയ്താണ് ഈ വിഷ്വൽ. അപ്പം ഇത്രയാണ് ഇതിനകത്തെ എഡിറ്റിങ്ങിൻ്റെ വർക്ക് ഫ്ലോ. അപ്പോൾ എല്ലാവരും ഞാനെങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് കണ്ടല്ലോ. അപ്പോൾ ഈ ഐപാഡ് വെച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു 3 വീഡിയോ എഡിറ്റ് ചെയ്ത് നമുക്ക് ഫാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ജോബൊക്കെ കഴിഞ്ഞ് വന്നിട്ട് റൂമിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്താണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സിംപ്ലിസിറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഐപാഡും അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്, ലാപ്പിൽ ചെയ്യാതെ. ലാപ്പിൽ ചെയ്താൽ സ്റ്റക്ക് ആകുന്നതും പിന്നെ അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അപ്പം ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന വരെ